അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കൊച്ചു മിനി വ്ളോഗാണ്. അപ്പോൾ നമ്മളിന്ന് അമ്പലത്തിൽ പോവുകയാണ്. അപ്പോൾ അമ്പലത്തിൽ പോകുന്നതിൻ്റെ ഒരു കൊച്ചു മിനി വ്ളോഗാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗായ്സ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇതേ അമ്മ വേണ്ട അച്ഛമ്മ അകത്ത് ലൈറ്റൊക്കെ അണയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇതേ അമ്മ ഇതാ ഇറങ്ങി വന്നു. അമ്മ ഒരു ഹായ് പറയമ്മ. അമ്മ ഒരു ഹായ് പറ. അതുകൊണ്ട് അച്ഛൻ വയ്ക്കുന്ന അച്ഛൻ ഒരു ഹായ് അറിയമ്മ. ഓക്കെ, അപ്പോൾ ദേ അച്ഛൻ ഇവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഒരു വഴിയിൽ കൂടെ വേണം പോവാൻ. നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തോടൊക്കെ ഉണ്ട് കേട്ടോ. ഈ കുഴിയിൽ തോടൊക്കെയാണ്. ഇവിടെ ഒരു പാലമുണ്ട് കണ്ട. അപ്പോൾ അമ്മയും അച്ഛമ്മയും വേണ്ട ഈ ഒരു വരമ്പേക്കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതിലേക്കൂടെ വയലൊക്കെ ഇറങ്ങി പോയിട്ടാണ്. പിന്നെ ചെറിയൊരു വേലിയുണ്ട്, അതൊക്കെ കയറി പിന്നെ റോഡിൽ കയറിയിട്ടാണ് അമ്പലത്തിൽ പോവാൻ. ഓക്കെ, നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു മാവ് ഉണ്ട് കേട്ടോ. നല്ല രസമാണ് ഈ മാവിൻ്റെ മൂട്ടിലൊക്കെ വന്ന് ഇരിക്കാൻ. അപ്പോൾ ഗൈസ് നമ്മൾ ഒരു മദ്യത്തിൻ്റെ ഷൂട്ടിങ് ചെയ്തിരുന്നു. നമ്മൾ വയലിൻ്റെ വഴിക്കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു കൊച്ചു തോടുണ്ട് കേട്ടോ. ചെറുതായിട്ട് വെള്ളമൊക്കെ ഒഴുകുന്ന തോട് ഇത് അവിടെയുണ്ട്. ഇങ്ങനെ ഒരു വഴി കൂടെ നടന്നു പോകണം. അല്ല, ഇവിടെ ഒരു പാലമുണ്ട്. ആ പാലമൊക്കെ കടന്നു പോകണം. കണ്ട് ഈ ഇതൊക്കെ പായലൊക്കെ പിടിച്ചെടുക്കണം. മഴയൊക്കെ ആയിരുന്നപ്പോൾ നിറഞ്ഞ് കവിയായിരുന്നു. ഈ തോട്ടിലൊക്കെ വെള്ളം നിറഞ്ഞ് ഭയങ്കര ഒഴുക്കൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ദേ ഈ കുളത്തിലായി. അവിടെ ഫുള്ളും ഇങ്ങനെയുള്ള പുരയിടങ്ങളാണ് ഗൈസ്. ഓക്കെ, നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഈ സന്ധ്യ മയങ്ങുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയാണ് ഗൈസ് ഇവിടെ കാണാൻ കഴിയുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. ഇങ്ങനെ അസ്തമിച്ച് ഇന്നൊക്കെയാണ്. പിന്നെ ഇവിടെ ഒരു കല്ല് വെച്ചിട്ടുള്ള പാലമുണ്ട്. ആ പാലവും നമ്മൾ കിടക്കണം കണ്ടോ. ഈ വഴി കൂടെ പോയാലും അക്കരെ റോഡിൽ ഇറങ്ങാം. പിന്നെ ഈ വഴി കൂടെ പോയാലും ഇറങ്ങാം. അപ്പോൾ നമ്മൾ വന്നത് ഈ വഴി കൂടെയാണ്. നമുക്ക് ഇങ്ങോട്ട് പോയിട്ടും അവിടെ നമ്മൾ റോഡിൽ ഇറങ്ങാം. അപ്പോൾ നമ്മൾ വീണ്ടും അതേപോലെ ഒരു തടത്തിൽ കൂടെ പോകണം. ഇത് കഴിഞ്ഞാണ് കേട്ടോ തേരി. ഇനി അച്ഛാമ്മയും അമ്മയും നടക്കുന്നുണ്ട്. ഹായ് അറിയമ്മ. അമ്മ ഹായ് അറി. ഗൈസ് നമ്മളെപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതേ ആ വരമ്പിക്കൂടെയാണ് നമ്മൾ നേരത്തെ നടന്നു വന്നത്. ഇവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട്. കുറേ അല്ല, ഇച്ചിരി വീടുകളൊക്കെ ഉണ്ട്. വീടുകളൊക്കെ ഉണ്ട്. ഓക്കെ, ഈ തേരി കയറി ഇച്ചിരി സൈഡിൽ ചെറിയൊരു വരമ്പുണ്ട്. നേരത്തെ ആ വയലിൻ്റെ വരമ്പില്ല, അതേപോലെ ഒരു വഴിയുണ്ട്. ആ വഴി കൂടെ പോയാൽ എൻ്റെ വല്യച്ഛൻ്റെ വീടാണ്. അപ്പോൾ എൻ്റെയും വല്യച്ഛൻ്റെ വീട് അടുത്തടുത്താണ്. അക്കരി ഇക്കരി ആയിട്ടാണ്. ഒരു വയൽ കടന്നാൽ നമുക്ക് വല്യച്ഛൻ്റെ വീട്ടിൽ പോവാം. അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി ഈ തേര് കയറുമ്പോഴാണ് നമ്മുടെ ജീവൻ പോകുക. ഭയങ്കര തേരല്ല, എന്നാലും അത് കയറി വരുമ്പോൾ ഒരു എല്ലാ പ്രേക്ഷകരും എനിക്ക് സബ്സ്ക്രൈബും ലൈക്കും തരിക, എനിക്ക് മോക്കും. ഓക്കെ, നമ്മൾ ഇനിയാണ് ഗൈസ് തേരി. കണ്ടോ, ഈ തേര് കയറണം. നമുക്ക് കാണുമ്പോൾ തേരുക എന്ന് തോന്നില്ല ഗൈസ്. കാണുമ്പോൾ തോന്നാത്ത തേരാണ്. അപ്പോൾ ഈ തേരിക്ക് നമ്മൾ കടന്ന് പോണം ഗൈസ്. കണ്ടോ, ഇതാണ് ഗൈസ് തേരി.
അപ്പോൾ ഗൈസ് പോകുന്ന വഴിക്ക് കുറച്ച് മൽബറി കിട്ടി, അത് ഒറിഞ്ചിക്കൊണ്ട് പോവാണ് ഗൈസ്. കണ്ടോ, കഴിച്ചുണ്ടോ? പക്ഷെ പിഞ്ചേ ഉള്ളൂ. പിഞ്ച് ഇപ്പം കൂടുതൽ പഴുത്തില്ല, എനിക്ക് ചെറുതായിട്ട് പഴുത്തൊന്ന് കിട്ടി. കണ്ടോ, ഭയങ്കര പുളിപ്പ് ഗൈസ്. എനിക്ക് പണ്ടേ മലബാർ ഭയങ്കര ഇഷ്ടമാണ്. എത്ര പിഞ്ചായാലും എത്ര പുളിപ്പായാലും ഞാൻ അത് കഴിക്കും. നമ്മൾ തേരി ഏകദേശം കഴിഞ്ഞു ഗൈസ്. ഉണ്ടോ, ആ തേരിയാണ് നമ്മൾ നേരത്തെ കയറിക്കൊണ്ടിരുന്നത്. ഇപ്പം ഈ തേരി കയറി ഗൈസ്. അപ്പോൾ ഞാൻ വേറെ ഇരുന്ന് ഒരു വീട്ടിൽ ആവശ്യം പോലെ റംബൂട്ടാനുണ്ട്. ആ മരം തന്നെയമ്മ നിങ്ങളുടെ കണ്ട. അപ്പോൾ ആ മരത്തിൽ ഇഷ്ടംപോലെ റംബൂട്ടാനുണ്ട്, അത് അവർ പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളെ തേരി കയറി തളർന്ന് കയറിയാണ്. അപ്പോൾ ഇതിലേക്കൂടെ പോയാൽ എൻ്റെ വലിയച്ഛൻ്റെ വീടെത്തും, ഈ തേര് കയറി പോയാലും എൻ്റെ വലിയച്ഛൻ്റെ വീടെത്തും. ഞാൻ നേരത്തെ ആ വയലിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരു വഴി കാണിച്ചു തന്നില്ലേ, ഇങ്ങോട്ട് പോയാലും റോഡിൽ കാണുന്ന ആ വഴി കൂടെ പോയാലും വലിയച്ഛൻ്റെ വീടെത്തും. അപ്പോൾ അങ്ങനെ 3-5 വഴികളൊക്കെ ഉണ്ട്. വലിയച്ഛൻ്റെ വീട് ഓടി കാണിച്ചിട്ടോ ഗൈസ്. നമ്മൾ തേരിയൊക്കെ കഴിഞ്ഞു. അതാണ് തേരി ഗൈസ്. തേരി തളർന്നിട്ടുണ്ട്. ഈ വഴി കൂടെ പോയാൽ എൻ്റെ വലിയച്ഛൻ്റെ വീടാണ്. ഇപ്പോൾ വീട് കാണിക്കാൻ പറ്റില്ല, ഇപ്പോൾ ഇരുട്ടി. അതുകൊണ്ട് നമ്മൾ രാത്രി അമ്പലത്തിൽ നിന്ന് വരാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഇരുട്ടി, അതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല. ഇനി വേറൊരു ദിവസം നിങ്ങൾക്ക് വീട് കാണിച്ചു തരാം. അപ്പോൾ പറ്റില്ലാത്തതുകൊണ്ടാണ് കേട്ടോ, സോറി. അപ്പോൾ നമ്മൾ തേരിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഒരു കൊച്ചു വഴിയും കൂടെ കയറിയാൽ റോഡെത്തും. അങ്ങനെ അച്ഛാൻ വയ്ക്കുന്നു. ഇത് അമ്മ മുമ്പിൽ കൂടെ പോവാണ്. ഓക്കെ, അപ്പോൾ അച്ഛമ്മ പറയുന്നു വരുന്നുണ്ട്. നമ്മൾ പീടിയൊക്കെ കയറി ഇത് കഴിഞ്ഞാൽ റോഡാണ് കേട്ടോ, ഫുള്ള് റോഡ്. പിന്നെ നേരത്തെ ഇപ്പുറത്തെ വഴി കൂടെ പോകണം. അവിടെ പോകുമ്പോൾ അമ്പലത്തിൽ പോവാം. പക്ഷെ കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ അവിടെ നിന്ന് പോകാൻ. പക്ഷെ അങ്ങ് അക്കരയിൽ നിന്ന് വയലൊക്കെ കടന്നു വരുമ്പോൾ തളരും. അപ്പോൾ നമ്മൾ റോഡെത്തി ഗൈസ്, റോഡെത്തി. വണ്ടിയുടെ ശബ്ദമുണ്ട്, ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, വേണ്ട, ഞാൻ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഒന്നും കാണിച്ചില്ല, അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ബോർഡാണിത് ഗൈസ്. നമ്മൾ റോഡിൽ കൂടെ ഇങ്ങനെ പോവുകയാണ്. റോഡ് ഗൈസ്, അമ്പലം എത്തിയിട്ടുണ്ട്. അമ്പലത്തിൻ്റെ ഉൾഭാഗം കാണിക്കാൻ പാടില്ല കേട്ടോ, അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് കാണിക്കുകയാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ മിനി വ്ളോഗ്. അപ്പോൾ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യും. അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, വെക്കണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.